എല്ലാവർക്കും ട്രിപ്സ് പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞങ്ങൾക്ക് ട്രിപ്സ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. ഞങ്ങളുടെ ഈ ഡെസ്റ്റിനേഷൻ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഞങ്ങൾ പാരീസാണ് ഇത്തവണ പോകുന്നത്. ഒത്തിരി നാളത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് ബാഗ് പാക്ക് ചെയ്ത് എയർപോർട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ടെൽഫോർഡാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ബർമിംഗം എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ലഗേജ് ചെക്കിനൊക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്നല്ല, ബട്ട് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റൈനർ ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രോസസ്സിനൊക്കെ കുറച്ചൊരു ഡിലേ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു 1 hour ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് 5:30 ആയിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങൾ എയർപോർട്ട് എത്തിയപ്പോഴേക്കും 6:50 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞൊരു 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി, പാരീസ് എത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ എയർബിഎൻബിയിലോട്ട് അറൗണ്ട് ഒരു 1 hour 45 minutes ജേർണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത്. സൺസെറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഡേ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി സിറ്റിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു സിറ്റി കാണാൻ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഐഫിൽ ടവർ കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ എയർബിഎൻബി എത്തി. എല്ലാ തവണ എയർബിഎൻബി എത്തുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. ബട്ട് ഇത്തവണ അതില്ലാണ്ട് ഞങ്ങൾ കയറി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഫുൾ അവിടെ എയർബിഎൻബിയിൽ അവിടെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, കിച്ചണൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. തൊട്ടടുത്തുള്ളൊരു കടയിലോട്ട് വന്നു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് അവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ ഓർഡർ ചെയ്തു. എന്താ വാങ്ങിച്ചു നമ്മളെന്താ വാങ്ങിച്ചേ? നമ്മൾ ഒരു മെനു വെച്ചിട്ട് എന്തോ ഷവർമ പോലത്തെ ഒരു സാധനം, അത് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്, കോക്ക് ഒരെണ്ണം, അല്ലാത്ത ഒരെണ്ണം, പിന്നെ തിരമിസ് കഷ്ടപ്പെട്ടാണ് നമ്മളിത് പറഞ്ഞു കൊടുത്തത്. കഷ്ടപ്പെട്ടാണ് ഭാഷ. മെനു പോലും ഇംഗ്ലീഷിലല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ. ഇങ്ങനെ ഭാഷ അറിയാണ്ട് നമ്മൾ ഓരോരുത്തരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ വീടെത്തി ഫുഡൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. ഞങ്ങൾ നെക്സ്റ്റ് ഡേ നേരത്തെ തന്നെ എഴുന്നേറ്റു. കാരണം ഞങ്ങൾക്കൊരു ഹോൾ ഡേ പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ ഓൺലി 1.5 days അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കവർ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 അങ്ങനെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും റെഡിയായി. 7 o'clock ഞങ്ങൾ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. കാരണം പാരീസ് എന്ന് പറയുന്നത് വലിയൊരു സിറ്റി ആണല്ലോ. ലൈക്ക് വേൾഡ് വൈഡ് നിന്ന് എല്ലാവരും ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്ന ദാറ്റ് ടു ഇറ്റ് വാസ് എ വീക്കെൻഡ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകണമായിരുന്നു ടു സീ ദ മോണുമെൻറ്റ്സ് വിത്തൗട്ട് പീപ്പിൾ ഓവർ ദെയർ. അല്ലെങ്കിൽ ഫുൾ ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ ഒരെണ്ണം കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം ഐഫിൽ ടവർ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ജേർണി, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ 4 പേരുണ്ടായിരുന്നു. 4 പേർക്ക് റെഡി ആവണം. പിന്നെ നേരത്തെ ഇറങ്ങുന്നതിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ മോസ്റ്റ്ലി പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യണമായിരുന്നു എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. കാരണം എപ്പോഴും ക്യാബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇറ്റ്സ് എക്സ്പെൻസീവ് ഓവർ ദേ. പക്ഷേ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര റീസണബിൾ ആണ് എന്നുള്ള കുറേ വീഡിയോസൊക്കെ കണ്ട് എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നെ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പ്ലാനിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ നേരത്തെ ഇറങ്ങാം എന്ന് തീരുമാനിച്ചത്. പിന്നെ മോസ്റ്റ്ലി ഫസ്റ്റ് ഹാഫ് തന്നെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഭയങ്കര ടയേർഡ് ആവുമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കവർ ചെയ്യാം, ജസ്റ്റ് പോവുക, കാണുക, പിന്നെ തിരിച്ച് വരിക എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ ഐഫിൽ ടവർ തന്നെ പോകാനാണ് ഇറങ്ങിയത്. ഞങ്ങൾ 4 പേരും റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ എയർബിഎൻബിയിൽ നിന്ന് സിറ്റിയിലോട്ട് പോകാൻ അറൗണ്ട് ഹാഫ് ആൻ അവർ ആണ്. അപ്പോൾ അവിടെ അടുത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തു. കുഴപ്പമില്ലാത്ത റീസണബിൾ റേറ്റിലായിരുന്നു ഞങ്ങൾക്ക് ക്യാബ് അവിടെ കിട്ടിയത്. പിന്നെ ട്രാവലൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഐഫിൽ ടവറിൻ്റെ അടുത്ത് എത്താറായി. അവിടുത്തെ ഒരു വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ വേർഡ് ദ ഹൈപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. ലൈക്ക് ഞങ്ങൾ പിന്നെ അവരെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഐഫിൽ ടവറിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ക്ലീനിങ്ങിന് ഒത്തിരി വർക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ അവരതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നടക്കുമായിരുന്നു. പിന്നെ രാവിലെ പോയതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ റിവറും സൈൻ റിവറും ഐഫിൽ ടവറും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ ആയിരുന്നു അവിടെ. ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒത്തിരി ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ, വിച്ച് വാസ് നൈസ്. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സുവനിയർ ഷോപ്പിൽ കയറി. ഞങ്ങൾ മാഗ്നറ്റ്സ് കളക്ട് ചെയ്യുന്ന ഭയങ്കര ശീലമുണ്ട്. അപ്പോൾ എവിടെ പോയാലും അവിടുത്തെ ഫസ്റ്റ് സുവനിയർ ഷോപ്പിൽ കയറി മാഗ്നറ്റ്സും പോസ്റ്റ് കാർഡ്സും മേടിക്കും. അപ്പോൾ അതിന് വേണ്ടി കയറിയ ഒരു ഷോപ്പായിരുന്നത്. പിന്നെ അവിടെ നിന്ന് മാഗ്നറ്റ്സും ഒക്കെ മേടിച്ച്
കുറച്ച് പിക്ചേഴ്സ് പോസ്റ്റ് കാർഡൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ട്രെയിൻ സ്റ്റേഷനിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പാസ് കളക്ട് ചെയ്തു, ട്രാവൽ പാസ്. അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി ഞങ്ങൾ അടുത്ത് പോകുന്നത് അടുത്തൊരു വലിയൊരു മോണുമെൻറ്റ് ആർച്ച് ട്രയംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലോട്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ ജേണിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും ഒരു സിറ്റിയിൽ പോയി അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് അതിൽ തന്നെ ട്രാവൽ വലിയ കാര്യമാണല്ലോ. പിന്നെ ഞങ്ങൾ എടുത്തത് നാവിഗോ എന്ന് പറഞ്ഞിട്ടൊരു പാസ്സാണ്. അപ്പം അത് വന്നിട്ട് 1 ഡേ നമുക്ക് എത്ര ജേർണീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ജേർണീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ സോൺസ് വെച്ചിട്ടാണ് കാശ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ 3 സോൺസാണ് എടുത്തത്. നമ്മുടെ അവിടെ പോകാൻ പ്ലാൻ ചെയ്ത ഏരിയാസൊക്കെ അതിൽ കവറാവും. അങ്ങനെ ജേണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. 10 മിനിറ്റ്സ് ജേണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആർച്ച് ട്രയംഫ് കാണാം. പിന്നെ ഈ ഒരു മോണുമെൻറ്റ് നെപ്പോളിയൻ്റെ കാലത്ത് ഫ്രഞ്ച് ആർമിയുടെ മിലിറ്ററി അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ച ഒരു മോണുമെൻ്റാണ്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നു. പിന്നെ സെയിൻറ്റ് ചാപ്പലിലോട്ട് പോകാനാണ് അടുത്ത് ഞങ്ങൾ പോയത്. പക്ഷേ വഴിയിൽ വെച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ക്രോസാൻറ്റും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു. ലൈക്ക് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഫുഡ് ഇൻ പാരീസ് ഇറ്റ് സെൽഫ്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒത്തിരി നടന്ന് ഫുഡ് കിട്ടിയപ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആണല്ലോ. അപ്പോൾ നല്ല വിശന്നിരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് സെയിൻറ്റ് ചാപ്പലിലോട്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇൻസൈഡ് ടിക്കറ്റ് ഞങ്ങളില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അവിടെ പോയപ്പോഴേക്കും ലൈക്ക് പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ കണ്ടു. ഇറ്റ് വാസ് എ ഹ്യൂജ് ബിൽഡിങ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് മോണ്യുമെൻറ്റ്സ് എന്നാണ് ഇത് ഉണ്ടാക്കിയത് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ എന്നോ. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയില്ല, കാരണം അവിടെ ഒത്തിരി തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത് പോയത് ഒരു മോളിലോട്ടായിരുന്നു, ഗാലറി ലഫാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ഒരു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻസൈഡിൻ്റെ ആർക്കിടെക്ചർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത് പോയത് ഞങ്ങൾ ലുവറിലോട്ടാണ്. ലുവർ മ്യൂസിയം ഞങ്ങൾക്ക് 12:30 ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലേറ്റായി. പിന്നെ എന്തായാലും ഞങ്ങൾ കയറിയകത്ത് ഇറ്റ് വാസ് സോ ക്രൗഡഡ്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ ലൈക്ക് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നല്ല രസമായിരുന്നു അകത്ത് കയറാനൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അകത്ത് കയറാനായിട്ട് അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പം ക്യൂടെ എൻഡിൽ പോയി നിന്നു. കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ എൻഡിലെത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ നല്ല എൻട്രൻസ്, വേറൊരു ക്യൂ ആണെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല വരേണ്ടത്, വേറെ എൻട്രൻസ് ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് തിരിച്ച് നടന്ന് അവിടെ പോയപ്പോഴേക്കും അത് ഞങ്ങൾ ലേറ്റ് എൻട്രീസിന് ഉള്ളൊരു ക്യൂ ആയിരുന്നു. പക്ഷേ അതിൽ നിന്നപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറ്റി വിട്ട് ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്രൗഡായിരുന്നു. ലൈക്ക് ഹോൾ വേൾഡ് അവിടെയാണോ എന്നും അത് തോന്നിപ്പോൾ അത്രയ്ക്ക് ക്രൗഡായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അറ്റംപ്റ്റ് മൊണാലിസയുടെ പിക്ചർ കാണാം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പെയിൻറ്റിങ് കാണാനായിട്ട് പോകാനാണ്. ആദ്യം കുറേ ഞങ്ങൾ കറങ്ങി അവിടെ കിടന്നു, കാരണം ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഏതാ റോട്ടെന്ന്. പിന്നെ സംഭവം ഫിഗർ ഔട്ട് ചെയ്ത് ഞങ്ങൾ ആ വഴിയിലോട്ട് പോവുമായിരുന്നു. ചുറ്റും കാണാൻ അതിൻ്റെ ഏത് കോർണറിൽ നോക്കിയാലും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എല്ലാ കോർണറിലും ആർട്ട് പീസ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പിന്നെ മൊണാലിസേനെ തിരഞ്ഞ് ഓരോ സ്ഥലം കഴിയുമ്പോഴും അവിടെ ഇത് വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടാണ് മൊണാലിസ. ലൈക്ക് മിഡിൽ ഓഫ് ദ മ്യൂസിയം ആയിരുന്നു മൊണാലിസ ഇരുന്നതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് ഒത്തിരി നടക്കേണ്ടി വന്നു കാണാനായിട്ട്. പക്ഷേ അതുവഴി പോകുമ്പോഴും ഞങ്ങൾ ഓരോരോ പിക്ചേഴ്സും അല്ലെങ്കിൽ സ്റ്റാച്യൂസൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. മ്യൂസിയം ആയിട്ടുള്ള ബേസിക്കലി ഒരു ആർട്ട് ഗാലറി ആയിട്ടാണ് തോന്നിയത്. അവിടുത്തെ റൂഫ്സ് ആയാലും ടൈൽസ് ആയാലും ലൈക്ക് ഈ സ്റ്റാച്യൂസ് ആയാലും ലൈക്ക് ആ ഒരു പഴയ ഒരു കാലത്തെ പ്രതിനിധീകരിക്കുന്ന പോലെയായിരുന്നു. പിന്നെ ടൂറിസ്റ്റും അതുപോലെ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. ലൈക്ക് വേൾഡ് വൈഡ് ഉള്ള എല്ലാ എത്നിസിറ്റിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ അവിടെ കണ്ടു ബേസിക്കലി. പിന്നെ ഇതേപോലെ സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. പടികൾ കയറി മുകളിലെത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്യു വന്നിട്ടൊരു വിൻഡ് വിക്ടറി ഓഫ് സാമത്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു ആയിരുന്നു. അത് വന്നിട്ട് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ മൊണാലിസേനെ തിരഞ്ഞെടുത്ത നടപ്പിന്നെയായിരുന്നു. അത് ആ വഴി കൂടെ പോകുമ്പോൾ തന്നെ കളേർഡ് പെയിൻറ്റിങ്സ് ഒക്കെ സ്റ്റാർട്ടായി. ലൈക്ക് ഇൻ ദ റൂഫ് ആയാലും ഞങ്ങൾ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ റൂംസിലും. പിന്നെ ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്ത് കുറേ പെയിൻറ്റിങ്സ് വാളിൽ തന്നെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൂഫ്സിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും നടന്ന് കൊണ്ടേയിരുന്നു, ഒരിടത്ത് എത്തുന്നില്ല. പക്ഷേ ലൈക്ക് ഇറ്റ് വാസ് സോ മെസ്മറൈസിങ് ടു സീ ഓൾ ദീസ് ആർട്ട് പീസസ്. പിന്നെ ഇതൊക്കെ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ആൻഡ് മ്യൂസിയം ഇറ്റ്സെൽഫ് വാസ് ബ്യൂട്ടിഫുൾ. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഓരോ പിക്ചറിൻ്റെ സൈഡിലും
ഒരു കുഞ്ഞ് ബോർഡിൽ അവർ എഴുതി വെച്ചിരിക്കും എന്താണിത്, ആരാണ് വരച്ചത്, ഏത് വർഷമാണ് ഈ ആർട്ട് പീസ് ഉണ്ടാക്കിയത് എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കോറിഡോറായിരുന്നു. കോറിഡോറിൻ്റെ ബോത്ത് സൈഡ്സ് നമുക്ക് ഇഷ്ടംപോലെ പിക്ചേഴ്സ് കാണാമായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ മൊണാലിസനെ കണ്ടെത്തി എന്ന് പറയും. മൊണാലിസ ഇരിക്കുന്ന ഒരു റൂമിൽ കയറി. റൂമിൽ ഫുൾ പിക്ചേഴ്സ് ആണെങ്കിൽ ഒരു കോർണറിൽ കുഞ്ഞായിട്ട് മൊണാലിസയുടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ അത്രയും വലിയ പെയിൻറ്റിങ്സ്, അതിൻ്റെ ഓപ്പോസിറ്റും വലിയൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നോബഡി കെയർഡ് അതർ ദാൻ ദാറ്റ് സ്മോൾ പെയിൻറ്റിംഗ് ഓഫ് മൊണാലിസ ഓവർ ദേ. പിന്നെ ഞങ്ങൾ ഒത്തിരി ടയർഡായി, കാരണം പിന്നെ അങ്ങോട്ട് നടക്കാനായിട്ടുള്ളൊരു ഇല്ല, രാവിലെ മുതൽ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോകാം എന്ന് തീരുമാനിച്ചു. കാരണം ഇനി ഈവനിങ് ഞങ്ങൾക്ക് പിന്നെയും ക്രൂസ് ഉണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരണമെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ എക്സിറ്റ് ഇറങ്ങുമ്പോഴായിരുന്നു ഞങ്ങളുടെ ഇൻവേർട്ടഡ് പിരമിഡ് കാണുന്നത്. ലോറിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ആക്ച്വൽ പിരമിഡ് ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ മേടിച്ചു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചൊരു ക്യാബ് ബുക്ക് ചെയ്തു ഹോട്ടലിലോട്ട് പോകാൻ. ലൈക്ക് അവിടുത്തെ ആ ഒരു വ്യൂ തന്നെ, ജസ്റ്റ് കാറിലിരുന്ന് ജസ്റ്റ് തിരിച്ച് പോകുന്ന സമയത്ത് തന്നെ സൈഡിലുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് ഓരോരോ മോർണിംഗ് അവിടെയുള്ള ഓരോരോ ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു. ബട്ട് വി ഡോണ്ട് എക്സാക്ട്ലി അത് എന്താ സ്ഥലം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് തൊട്ടടുത്ത് ഉണ്ടായിരുന്നു പോകാമെന്നാണ് കരുതിയത്. പിന്നെ ഇത് ഞങ്ങൾ തന്നിക്കുന്ന സ്ഥലം കുറച്ച് ഔട്ടർ സിറ്റി ആയിരുന്നു. ലൈക്ക് 30 minutes ആയിരുന്നു ജേണി. പിന്നെ ഞങ്ങൾ അവിടെ കയറി ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു തായ് റെസ്റ്റോറൻറ്റിൽ കയറി ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ മേടിച്ചു. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് മേടിച്ച് കഴിച്ചു. ലൈക്ക് അതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. പിന്നെ വീടെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഒരു സിയൻ റിവറിലൊരു ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 75 minutesൻ്റെ. സോ അതിനുവേണ്ടി ഞങ്ങൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു ഓടിയൊക്കെ എത്തിയത്. പക്ഷേ എന്തായാലും മിസ്സായില്ല. പിന്നെ അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ കയറി. അത് കഴിഞ്ഞിട്ട് നല്ലതായിരുന്നു എക്സ്പീരിയൻസ്. ആ ഒരു ഹോൾ സിയൻ റിവറിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്സും പിന്നെ ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ 4 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലൊക്കെ നിറയെ ബോട്ട് ഹൗസസ് ആയിരുന്നു, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ. ബട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോട്ട് ഹൗസസ്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ബോട്ട് ഹൗസസിൽ. പിന്നെ ഇതൊന്നും മൂവിങ് ആണെന്ന് തോന്നുന്നില്ല. ഓബ്വിയസ്ലി ഇതൊക്കെ അവിടെ റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി അവർ ഇത് ചെയ്തിരിക്കുന്ന പോലെയാണ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മോസ്റ്റ്ലി ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ബോട്ട്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ബ്രിഡ്ജസ് ഒക്കെ ഇത് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത് എല്ലാം. പിന്നെ മോസ്റ്റ് ഓഫ് ദ സൈഡ് ഓഫ് ദ കമ്മിങ് സൈഡ് ഓഫ് ദ റിവർ വന്നിട്ട് ഒളിമ്പിക്സിൻ്റെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അവരവിടെ. പിന്നെ കുറേ ദൂരം പോയപ്പോൾ ഐഫിൾ ടവർ കണ്ടു. പിന്നെ പെട്ടെന്ന് മഴ തുടങ്ങിയത്. മഴ വന്നിട്ട് നല്ല വൈബായിരുന്നു ആക്ച്വലി ആ ഒരു പാട്ടൊക്കെ കഴിയാനായിട്ട്. പിന്നെ അവിടെ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലത്തെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. പിന്നെ ബോട്ട് അവിടെ നിന്നൊരു ഹോൾ ടേൺ എടുത്തിട്ട് തിരിച്ച് സെയിം റൂട്ട് തന്നെ. പക്ഷേ ബോട്ട്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രിഡ്ജസിൽ തന്നെ ഒത്തിരി കാർവിങ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഒരു ചായ കുടിക്കാനായിട്ട് കയറി. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയത്. ആ മഴ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചായയും നല്ല അടിപൊളി വടയൊക്കെ കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നി. അപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതല്ല, വേണമെന്ന് വിചാരിച്ച് പോയതല്ല. ബട്ട് സംഭവം വി എൻഡഡ് അപ്പ് ഹാവിങ് നൈസ് ടീ ആൻഡ് ഇതൊരു നൈസ് സ്ട്രീറ്റ് ആയിരുന്നു ആക്ച്വലി. ലൈക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഷോപ്സും ലൈക്ക് ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് പോകുമായിരുന്നു. ലൈക്ക് നൈറ്റ് ആവുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു 8 o'clock 9 o'clock ആവുന്നുണ്ട്. ലൈക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇലുമിനേഷൻ ഉണ്ടല്ലോ പാരീസ് ഐഫിൾ ടവറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് കുറേ നടന്ന് അവസാനം ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. പക്ഷേ ഒത്തിരി ആൾക്കാരായിരുന്നു ഹോൾ സൈഡിൽ. കാരണം അത് ഹോൾ ബ്രിഡ്ജ് അവിടെയുള്ള എല്ലാം ക്ലോസ്ഡ് ആണ്, ഒളിമ്പിക്സിൻ്റെ കൺസ്ട്രക്ഷനും അതുമൊക്കെ ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ തന്നെ നിന്നു, ഇലുമിനേഷൻ കണ്ടു. പക്ഷേ ഫുൾ ഡാർക്ക് അല്ലായിരുന്നു. ബട്ട് സംഹൗ വി ഹാഡ് എ വെരി ഗുഡ് ആൻഡ് ഇലുമിനേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 5 minutes ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു എന്ന് പറഞ്ഞാൽ. ലൈക്ക് ആ റിവറും ഒളിമ്പിക്സ് റിങ്സൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ വേറെ ഡിന്നറിനൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് എയർബിഎൻബിയിലോട്ട് പോയി. ബൈ ഓൾ, പാർട്ട് 2 കാണാമേ.